ഇനി നമുക്ക് കച്ചവട നിയമങ്ങൾ എടുത്തു നോക്കിയാൽ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ബിസിനസിന്റെ പേരിൽ സമ്പത്ത് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെയായി മാറിയ ഒരുപാട് ആളുകളെ കാണാം. ഇപ്പോഴും പല ആളുകൾക്കും നമ്മുടെ നാടുകളിലേക്ക് വരാൻ കഴിയാതെ വിദേശത്താണ് അവരുള്ളത്. എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഉടൻ അവരെ അറസ്റ്റ് ചെയ്യും. ആ രീതിയിൽ അവരുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ മാറിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ലാഭത്തോടുകൂടെ ജീവിക്കാൻ, സമ്പന്നനായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. ആ നിയമങ്ങളാണ് ഇന്ന് പല രാജ്യങ്ങളിലും ഉള്ളതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഫ്രാൻസിന്റെ നിയമം എടുത്തു നോക്കിയാൽ, അവിടുത്തെ ഇടപാട് നിയമം എടുത്തു നോക്കിയാൽ മാലിക്കി മദ്ഹബിന്റെ നിയമങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏകദേശം ഒരുപോലെയായി തോന്നും. എന്താണ് ഇതിന്റെ കാരണം? നെപ്പോളിയൻ ബോണപ്പാട്ട് എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പോയപ്പോൾ, അദ്ദേഹത്തിന്റെ നാടായ ഫ്രാൻസിലേക്ക് പോയപ്പോൾ ഒരു കിതാബും കൊണ്ടാണ് പോകുന്നത്. മാലിക്കി മദ്ഹബിലെ പ്രശസ്തമായ മുഖ്തസറുൽ ഖലീൽ. ആ മുഖ്തസറുൽ ഖലീലിന്റെ ഷറഹും കൊണ്ടുമാണ് അദ്ദേഹം ഫ്രാൻസിലേക്ക് പോകുന്നത്. എന്നിട്ട് ഈ കിതാബ് നോക്കിയിട്ടാണ് അവിടുത്തെ മുആമലാത്തിന്റെ ഇടപാട് നിയമങ്ങൾ ഫ്രാൻസിന്റെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മുആമലാത്തിന്റെ നിയമങ്ങളാണ് സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മാലിക്കി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ മാലിക്കി മദ്ഹബിന് മദീനയുമായും നബി തങ്ങളുടെ ഹദീസുമായുള്ള ബന്ധം നമുക്ക് അറിയാമല്ലോ. മറ്റു മദ്ഹബുകളെക്കാൾ മദീനയെ പരിഗണിക്കുന്ന മദ്ഹബാണ് മാലിക്കി മദ്ഹബ് എന്ന് പറയുന്നത്. ഇങ്ങനെ ലോകത്ത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ലോകത്ത് നടക്കുന്ന എന്ത് പ്രശ്നങ്ങളും എടുക്കുക, അതിന് ശരിയായ സമഗ്രമായ പരിഹാരം എന്താണെന്ന് ആലോചിക്കുമ്പോൾ അത് നബവി മാതൃകകളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാതൃകകളാണ് നമുക്ക് കാണാൻ കഴിയും. മറ്റെന്ത് നിയമങ്ങളാണെങ്കിലും ഏത് തത്വസംഹിതകളാണെങ്കിലും അതെല്ലാം അല്പകാലം മാത്രമേ ഉണ്ടാകൂ. മാർക്സിസത്തെ കുറിച്ച് നമുക്കറിയാം. മാർക്സിസം പല രാജ്യങ്ങളും കീഴടക്കി ഒരുപാട് കാലം ഭരിച്ചതാണ്. പക്ഷേ ഇന്ന് എവിടെയാണ് യഥാർത്ഥ മാർക്സിസം ഉള്ളത്? എവിടെയുമില്ല. അതൊക്കെ വെറും തിയറികൾ മാത്രമാണ്. പ്രാക്ടിക്കലായിട്ട് നിൽക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകളാണ്. അതുകൊണ്ടാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി അവരുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് പഠിപ്പിച്ചു തന്ന ഫിഖ് അത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ് എന്ന് അവർ പറഞ്ഞു. ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായതുപോലെ ഈ ഫിഖ് എന്ന് പറയുന്നത് മുഅ്ജിസത്താണ്. ഫിഖ് മുഅ്ജിസത്താണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഫിഖ് നിലപാടുകളാണ്. ഓരോ വിഷയത്തിലും എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നയം, നിലപാട് എന്നാണ് ഫിഖ് പഠിപ്പിക്കുന്നത്.